എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ കുറെ ദിവസമായി ഒരു വീഡിയോ ഇട്ടിട്ട് സുഖമില്ലായിരുന്നു. അങ്ങനെ ബാംഗ്ലൂരിൽ പോയി വന്ന് അവിടെ ചെന്നിട്ടും അസുഖം, ഇവിടെ വന്നിട്ടും അസുഖം, അങ്ങനെ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പൊ ഇന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാണ് ഒരു ജ്യൂസ് കൂടി. അപ്പൊ എന്താണെന്ന് വിചാരിച്ചാൽ ഒരു സ്പെഷ്യൽ വെറൈറ്റി ജ്യൂസ് ആണ് കേട്ടോ. അപ്പൊ അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. കുറച്ച് ആപ്പിൾ എടുത്തിട്ടുണ്ട്, കുറച്ച് നേന്ത്രപ്പഴം ഒന്നാണിത്. ആപ്പിൾ ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ, കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. ഇത് സ്വീറ്റ് പൊട്ടറ്റോ, ചക്കരക്കിഴങ്ങ് പറയില്ലേ, അതാണ് കേട്ടോ. പിന്നെ പാല്, പിന്നെ അതിൻ്റെ ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടോപ്പിലിടാൻ വേണ്ടി കുറച്ച് ഇതുണ്ട്, ചിയാ സീഡ്സ്. പിന്നെ ചിയാ സീഡ്സ് കൂടി വെച്ച് പിന്നെ കുറച്ച് നിലക്കടല. ഇതൊക്കെ കൂടി പെട്ടെന്ന് പാല് ചേർത്തിട്ട്, പഞ്ചസാര ചേർക്കണില്ല, എല്ലാം സ്വീറ്റ് ആണല്ലോ, അതുകൊണ്ട് പഞ്ചസാര ഒന്നും ചേർക്കണില്ല. അപ്പൊ നമുക്ക് ആ ജ്യൂസ്, ഈ സ്വീറ്റ് പൊട്ടറ്റോന്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് എൻ്റെ മകന്റെ കാര്യമാണ് ഓർമ്മ വരിക. അവന് സ്വീറ്റ് പൊട്ടറ്റോ എന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ, ചക്കരക്കിഴങ്ങെന്ന് കേട്ടില്ല. അങ്ങനെ ഒരു ദിവസം അവന് ഈ കിഴങ്ങോണ്ട് ഞാൻ ഉപ്പേരിയൊക്കെ വെച്ച് കൊണ്ടുകൊടുത്തപ്പോൾ അവൻ കഴിച്ചതേ ഇല്ല. പിന്നെ അവസാനം ചക്കരക്കിഴങ്ങ് എന്നുള്ള പേരവൻ കേട്ടിട്ടില്ല. അവന്റെ വിചാരം കപ്പ പോലൊരു സാധനമാണ്, എന്താണെന്ന് അവനൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ ഒന്ന് വലിയ ആളായി, വലിയ കുട്ടിയായി. എന്നിട്ട് ഇത് ചക്കരക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് ഞാൻ അവസാനം നേരെ ഒക്കെ ശരിയാക്കി ഉപ്പേരി ഉണ്ടാക്കി കൊണ്ടുകൊടുത്ത് മേലെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ട് അതിന്റെ രൂപമൊക്കെ മാറ്റി. ഇത് സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണല്ലോ, അത് കാരണം സ്വീറ്റ് പൊട്ടറ്റോ എന്ന് കേട്ടപ്പോൾ അവൻ എന്ത് ചെയ്തു, അതൊക്കെ ഇരുന്ന് കഴിച്ചു. ഇടയ്ക്കിടയ്ക്ക് അവൻ ചോദിക്കും, സ്വീറ്റ് പൊട്ടറ്റോ എന്ന് വാങ്ങില്ലേ അമ്മേ, സ്വീറ്റ് പൊട്ടറ്റോ. ചക്കരക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ കഴിക്കില്ല. അപ്പൊ അങ്ങനത്തെ അതിപ്പോ ഇത് കണ്ടപ്പോൾ അത് അങ്ങനെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, കഴിച്ചിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കണത്. അപ്പോൾ ഒരു ജ്യൂസ് അടിക്കുക എങ്ങനെയാണ്, എല്ലാം കൂടി നമുക്ക് ജാറിലേക്ക് ഇടാം. എല്ലാം കൂടി ജാറിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 3/4 ഗ്ലാസോളം പാല് ജാറിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് അരച്ചിട്ട് വരാം. സ്വീറ്റ് പൊട്ടാറ്റോന്റെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതിന് മീതെ ഞാൻ കുറച്ച് ചിയാ സീഡ്സും കുറച്ച് നിലക്കടലയും ക്രഷ് ചെയ്തത് ഇട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.